ഫ്രണ്ട്സ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 10ാം ക്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് +2 വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഡിപ്ലോമ വെച്ചിട്ട് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസികളുണ്ട്. അപ്പോൾ വിവിധ ഡിസിപ്ലിനിൽ എന്താണ് ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സാലറിയും ഒട്ടനവധി അലവൻസും പിന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതയൊക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ആദ്യം തന്നെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നാവിക് ജനറൽ ഡ്യൂട്ടി വിളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് നാവികമായിട്ട് കയറിയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രധാന അധികാരിയായിട്ട് വരാനുള്ള ആ ഒരു പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റാണ്. അതിൻ്റെ ഒരു പീരീഡ് ഓഫ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാവുന്ന ആ ഒരു കാലയളവ് മിനിമം ആ ഒരു പീരീഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാവികിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് പ്രധാന അധികാരി വരെ ആകാനുള്ള ഏറ്റവും ഉയർന്ന പൊസിഷനിലെത്താനുള്ള ആ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രൊമോഷൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തെ കാറ്റഗറി പോസ്റ്റ് നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചാണ്. ഇതിൽ നിങ്ങൾക്ക് നാവികമായിട്ട് കയറിയിട്ട് ആ പ്രധാന അധികാരി വരെ ആകാം. അതിൻ്റെ ആവശ്യമുള്ള പീരീഡ് ഓഫ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടൈം കഴിഞ്ഞ് നമുക്ക് അങ്ങനെ കയറി പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യാന്ത്രിക് ഉണ്ട്. യാന്ത്രികിലും നിങ്ങൾക്ക് യാന്ത്രികമായിട്ട് കയറിയിട്ട് സഹായക എഞ്ചിനീയർ വരെ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് സ്കെയിലും അതിൻ്റെ മറ്റു ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ മാറ്റണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല അലവൻസും കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള പോസ്റ്റ് തന്നെയാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം. ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞിട്ട് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ്. അപ്പോൾ ഇതിലേക്ക് കോസ്റ്റ് ഗാർഡ് എൻറോൾഡ് പേഴ്സണൽ ടെസ്റ്റ് എന്നാണ് ഇതിൻ്റെ ഷോർട്ടായിട്ട് പറയുന്നത്. CGEPT എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. CGEPT. ഓക്കെ. അപ്പോൾ കോസ്റ്റ് ഗാർഡ് എൻറോൾഡ് പേഴ്സണൽ ടെസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. 1/2026 2/2026 ബാച്ചിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നിങ്ങൾക്ക് ജൂൺ 11 മുതൽ നിങ്ങൾക്ക് ജൂൺ 25 വരെയാണ് അപേക്ഷ നൽകാനുള്ള സമയം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് എക്സാം കാര്യങ്ങൾ. അപ്പം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റോ നിങ്ങൾക്കൂടെ കാണാം. നാവിക് ജനറൽ ഡ്യൂട്ടി, അതുപോലെ ഡൊമസ്റ്റിക് ബ്രാഞ്ചിൻ്റെ, പിന്നെ യാന്ത്രിക്, 3 കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നെ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നാവിക് ജനറൽ ഡ്യൂട്ടിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ +2 പാസ്സായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് +2 കഴിഞ്ഞാൽ മതി. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. +2ൽ നിങ്ങൾ ഫിസിക്സും മാത്സും പഠിച്ചിരിക്കണം. ഫിസിക്സും മാത്സും ഈ 2 സബ്ജക്റ്റ് നമ്മൾ +2ൽ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ നാവിക് ജനറൽ ഡ്യൂട്ടിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ +2 സയൻസ് എടുത്ത് പഠിച്ചവരായിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിൽ ഫിസിക്സും മാത്സും നമ്മൾ 2 സബ്ജക്റ്റും അതിൽ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ നാവിക് ജനറൽ ഡ്യൂട്ടിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സാൽ മതി. ഓക്കെ. ജസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കും, ഇനി +2 സയൻസ് എടുത്ത് പഠിച്ചവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നാവിക് ജനറൽ ഡ്യൂട്ടിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും 2 പോസ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇനി അതോടൊപ്പം തന്നെ യാന്ത്രികിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 2 രീതിയിലാണ്. 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 3 വർഷമോ മിനിമം ഡിപ്ലോമയുടെ ഡ്യൂറേഷൻ 3 അല്ലെങ്കിൽ 4 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. അതായത് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഈ പറയുന്ന 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്തവരാണെങ്കിൽ. അപ്പോൾ ഡിപ്ലോമ ഏതാണെന്ന് വെച്ചാൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അതുപോലെ ഇലക്ട്രോണിക്സ്, ടെലി കമ്മ്യൂണിക്കേഷൻ, റേഡിയോ പവർ ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവരായിരിക്കണം. അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിപ്ലോമകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ടാബിൾ നോക്കിയാൽ മതി. ഓക്കെ. അത് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട, ഇത് മാത്രം കണ്ടിട്ട്. അപ്പോൾ അത് നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിപ്ലോമ ചെയ്തതാണെങ്കിൽ 3 or 4 ഇയേഴ്സ് മിനിമം ഉണ്ടായിരിക്കണം. മിനിമം 3 അല്ലെങ്കിൽ 4 ഇയേഴ്സ് ഡ്യൂറേഷൻ ഉള്ളതായിരിക്കണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും കഴിഞ്ഞു, നിങ്ങൾ +2 കഴിഞ്ഞു. ഓക്കെ. 10ഉം കഴിഞ്ഞു, +2 യോഗ്യതൻ്റെ +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ മിനിമം 2 ഇയർ അല്ലെങ്കിൽ 3 ഇയർ മതി. 10ാം ക്ലാസ് മാത്രം കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിപ്ലോമ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മിനിമം 3 ഇയർ അല്ലെങ്കിൽ 4 ഇയർ വേണം. ഇനി അതല്ല +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഡിപ്ലോമ ചെയ്തവരാണെങ്കിൽ 2 ഇയറോ അല്ലെങ്കിൽ 3 ഇയറോ ഉള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അത് സെയിം ഡിസിപ്ലിൻ തന്നെയാണ്. അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആ ഒരു യാന്ത്രികിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇതാണ് 3 കോറായിട്ട് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഈ ടാബിളിലൂടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിപ്ലോമ മതി കേട്ടോ. ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ. ഓക്കെ. ഇനി അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മതി. ഓക്കെ. അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ട് അത് പരിഗണിക്കേണ്ട. അതുകൊണ്ട് ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിൻ്റെ യാന്ത്രികിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ബാക്കി ഈ 2 പോസ്റ്റിലേക്ക് നാവികിലേക്ക് ഞങ്ങൾക്ക് ജസ്റ്റ് +2 ഫിസിക്സും മാത്സും നമ്മൾ പഠിച്ചിരിക്കണം. അത് വെച്ച് അപ്ലൈ ചെയ്യാം. നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആണെങ്കിൽ ജസ്റ്റ് 10ാം ക്ലാസ് മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ. ഓക്കെ.
ഇനി ഇതിൻ്റെ ഏജ് ആണ്. ഏജ് എന്ന് പറയുന്നത് മിനിമം 18 മാക്സിമം 22 ഏജ് റിലാക്സേഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ഏജ് ലിമിറ്റൊക്കെ ഓവറായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആളുകൾ നിങ്ങളെ ഒപ്പം പഠിച്ച ഒരു ജൂനിയേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഏജ് എന്ന് പറയുന്നത് വലിയൊരു വില്ലനാണ്. കാരണം നമുക്ക് ഏജ് ഓവറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്കൊന്നും അപ്ലൈ ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മൾ മാക്സിമം അപ്ലൈ ചെയ്യുക. നമുക്ക് എലിജിബിൾ ആണ് തോന്നുന്നത് നമ്മുടെ വിവിധ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരിക്കാം, അതിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാതെ പോകണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് നാവിക് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഈ പറയുന്ന 1/26/2026 അല്ലെങ്കിൽ 2/2026 ബാച്ചിലേക്കാണെങ്കിൽ അവർക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിലായിരിക്കും. അതായത് 1 ഓഗസ്റ്റ് 2024 1 ഓഗസ്റ്റ് 2008 ഈ പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിലായിരിക്കണം. അല്ലെങ്കിൽ ഡേറ്റിൻ്റെ ഉള്ളിലായിരിക്കണം. ഇനി അതുപോലെ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്തിൽ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഇവിടെ 22 മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത്. അതുപോലെ യാന്ത്രിക ആണെങ്കിൽ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആളെ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇനി ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആണെങ്കിൽ 1 ഓഗസ്റ്റ് 2024 മുതൽ 1 ഓഗസ്റ്റ് 2008 ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആളെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇനി SC/ST ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 25 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം കേട്ടോ. ഏജ് റിലാക്സേഷൻ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ വാക്കൻസീസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന CGPT 1/2026 ബാച്ചിലേക്കാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നാവിക് ജനറൽ ഡ്യൂട്ടിയിൽ 260 വേക്കൻസി ടോട്ടൽ ഉണ്ട്. അതിൽ യാന്ത്രിക മെക്കാനിക്കലിൽ വേറെ തന്നെ കാറ്റഗറിയാണ്. അപ്പോൾ നാവിക് ജനറൽ ഡ്യൂട്ടിയിൽ 260 വേക്കൻസിയും പിന്നെ യാന്ത്രിക് മെക്കാനിക്കലിൽ ഒരു 30 വേക്കൻസി, പിന്നെ ഇലക്ട്രിക്കലിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു 11 വേക്കൻസി, ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് 19 വേക്കൻസി. ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ആട്ടോ. അതിൽ യാതൊരു പ്രശ്നമില്ല. ഇനി ഇവിടെ CGPT നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 2/2026 ബാച്ചാണെങ്കിൽ അവിടെ നാവിക് ജനറൽ ഡ്യൂട്ടിയും നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചും ഉള്ളൂ, യാന്ത്രിക് ഇല്ല കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നാവിക് ജനറൽ ഡ്യൂട്ടിയിൽ 260 വേക്കൻസിയും നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിൽ 50 വേക്കൻസിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വേക്കൻസീസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ പറയുന്ന നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചും അതുപോലെ തന്നെ നാവിക് ജനറൽ ഡ്യൂട്ടിയും ഇത് ശരിക്കും ഇതിൻ്റെ വാക്കൻസി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 5 സോണാണ്. 5 സോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കേരള സൗത്ത് സോണിലെ വേക്കൻസി ഇവിടെ കാണാൻ നിങ്ങൾക്ക് കേരള, അതുപോലെ ലക്ഷദ്വീപ്, കർണാടക, തമിഴ്നാട്, ഇതൊക്കെ എന്താണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡ്, ഇതൊക്കെ തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഇതൊക്കെ എന്താണ് സൗത്ത് സോണിലാണ് വരുന്നത്. അപ്പോൾ സൗത്ത് സോണിൽ ഒരു നിശ്ചിത വാക്കൻസി ഉണ്ടാവും. അപ്പോൾ ഈ വാക്കൻസിയുടെ ഒരു റിസർവേഷൻ നമുക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മൾ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പറയുന്ന 2 കാറ്റഗറി കേട്ടോ, നാവിക് ജനറൽ ഡ്യൂട്ടിയും ഡൊമസ്റ്റിക്കും ആണെങ്കിൽ യാന്ത്രികിന് അത് ബാധകമല്ല കേട്ടോ. യാന്ത്രികിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ എന്ത് ചെയ്യേണ്ട, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അവർക്ക് വേറെ കാര്യങ്ങളൊക്കെ വേണം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇവിടെ സൂചിപ്പിച്ചാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ സ്റ്റേജസ് 4 സ്റ്റേജ് ആയിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത് കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേജസിൽ പല രീതിയിലുള്ള ആക്ടിവിറ്റീസാണ്. അതിന് എക്സാം ഉണ്ട്, അതുപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈവായിട്ട് ഇമേജ് ക്യാപ്ചർ ചെയ്യുന്ന സംഭവം കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഇടാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ. നമ്മളൊരു ഫോട്ടോ എക്സ്ട്രാ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പ്ലസ് അതിൻ്റെ കൂടെ അഡീഷണലി നമ്മൾ എന്ത് ചെയ്യണം, ലൈവായിട്ട് ഫോട്ടോ എടുക്കണം. ഇപ്പോൾ നമ്മൾ SSCയിലൊക്കെ കണ്ടുവരുന്ന സെയിം സംഭവം തന്നെ നമ്മൾ ലൈവായിട്ട് എന്താണ് നമ്മുടെ ഫോണിലാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആക്കി നമ്മൾ പ്രോപ്പറായിട്ട് ഫോട്ടോ എടുക്കുക, അങ്ങനെയുള്ള സമയത്ത് അത് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞാൽ. പിന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സ്റ്റേജ് 1 അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട. ഇനി ഇവിടെ വേരിയസ് സ്റ്റേജസിൽ നമുക്ക് സ്റ്റേജ് 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷൻ ആണ് നടക്കുന്നത്. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ കൂടെ ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ സ്റ്റേജ് 1 നടക്കും. ബേസിക് ആയുള്ള രീതിയിൽ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ ബയോമെട്രിക് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. ഇനി ഇവിടെ നിങ്ങൾക്ക് സ്റ്റേജ് 1 എക്സാമിനേഷൻ്റെ അതിൻ്റെ സ്കീമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇവിടെ 5 സെക്ഷനാണ് പറയുന്നത്. സെക്ഷനാണ് നിങ്ങൾക്ക് കാണാം, നെയിം ഓഫ് എക്സാമിനേഷൻ സെക്ഷൻ 1 ഇവിടെ കാണാം, സെക്ഷൻ 2 കാണാം, 3 കാണാം, 4 കാണാം, 5 കാണാം. ഇതെല്ലാം ഓരോ വിദ്യാർത്ഥികൾ എഴുതേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളവർ അതിനനുസരിച്ച് എഴുതിയാൽ മതി. ഞാനിവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 1 മാത്രം എക്സാമേ ഉള്ളൂ. അപ്പോൾ സെക്ഷൻ 1 നമുക്ക് നോക്കാം. സെക്ഷൻ 1 എന്താണ് അതിൻ്റെ സ്കീം? മാക്സിമം മാർക്ക് 60 മാർക്കാണുള്ളത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്വസ്റ്റ്യൻ മാത്സ് 20 മാർക്കിന്, അതുപോലെ തന്നെ 20 ക്വസ്റ്റ്യൻ ആണ്. ദെൻ സയൻസ് 20, പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് 15, റീസണിങ് 10, GK 5, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഈ പറയുന്ന നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ 1 മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, സെക്ഷൻ 1 മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ക്ലാസ് 10th ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആയിരിക്കും ഈ സെക്ഷൻ 1 കേട്ടോ. ഓക്കെ, പിന്നെ നാവിക് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ അവർ സെക്ഷൻ 1 എഴുതണം, 2 എഴുതണം. അപ്പോൾ സെക്ഷൻ 1 ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതും അവർ എഴുതണം. പിന്നെ എന്ത് ചെയ്യണം, സെക്ഷൻ 2 എഴുതണം. സെക്ഷൻ 2 മാത്സ് 25 എക്സ്ട്രാ, പിന്നെ ഫിസിക്സ് 25, അതും പാടെ അവരെന്ത് ചെയ്യണം, കൂടെ എഴുതണം. ഓക്കെ, നാവിക് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ. ഓക്കെ, ഇതാണ് ഡിലീറ്റ് ആക്കട്ടെ.
ദെൻ അടുത്തത് നിങ്ങൾക്ക് കൂടെ കാണാം യാന്ത്രിക് ഇലക്ട്രിക് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് സെക്ഷൻ 1ഉം 3ഉം ആണ് എഴുതേണ്ടത്. അപ്പോൾ സെക്ഷൻ 1 എഴുതണം, പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾ സെക്ഷൻ 3 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ. 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതും പാടെ അവർ എക്സ്ട്രാ എഴുതണം. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്തത് യാന്ത്രിക് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ 1ഉം 4ഉം ആണ്. 1ഉം 4ഉം 1 നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞല്ലോ, 1 എഴുതണം, പ്ലസ് എന്താണ് 4. ഓക്കെ, 4ൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ അടുത്തതൊക്കെ നമ്മൾ എക്സാമിന് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ഇനി അടുത്തത് നമുക്ക് യാന്ത്രിക മെക്കാനിക്കൽ സെക്ഷൻ 1ഉം 5ഉം ആണ്. സെക്ഷൻ 1 എഴുതണം, പ്ലസ് എന്താണ് 5ഉം ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 50 ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാകുക. അപ്പോൾ ഈ പറയുന്ന നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് സെക്ഷൻ 1 മാത്രം അവർ എഴുതിയാൽ മതി. ദെൻ നാവിക് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ സെക്ഷൻ 1ഉം 2ഉം അവർ എഴുതണം. ബാക്കിയുള്ളത് ഓരോന്നിനനുസരിച്ച് എല്ലാ ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യണം, ശരിക്കും സെക്ഷൻ 1 എല്ലാവരും എഴുതണം. ഓക്കെ, നാവികിന് ഈ പറയുന്ന ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആണെങ്കിൽ സെക്ഷൻ 1 എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റേത് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ സെക്ഷൻ 1ഉം 2ഉം പാട് അവർക്ക് ഉണ്ടാവും കേട്ടോ. 25 ക്വസ്റ്റ്യൻ മാത്സും 25 ക്വസ്റ്റ്യൻ ഫിസിക്സും ഉണ്ടാവും. ഓക്കെ, അത് +2 ബേസ് ആയിരിക്കും അവരുടെ സിലബസ്. മറ്റേതൊക്കെ ഡിപ്ലോമ ആണ് കേട്ടോ അവരുടെ ആ ഒരു സിലബസിൻ്റെ ഒരു ബേസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു സ്കീം ഓഫ് എക്സാമിനേഷൻ. പിന്നെ നോർമലൈസേഷൻ ഉണ്ടായിരിക്കും, ഡിഫറെൻറ്റ് ഷിഫ്റ്റൊക്കെ ആണെങ്കിൽ. ഇനി ഇതിൽ നിങ്ങൾക്ക് സ്റ്റേജ് 2 ആണ്. അപ്പോൾ സ്റ്റേജ് 1ൽ നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അടിസ്ഥാനമാക്കി എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് സ്റ്റേജ് 2ൽ എടുക്കുന്നത്. അവർക്ക് ഈ പറയുന്ന ഈ അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ, പിന്നെ സ്റ്റേജ് 2ൻ്റെ ഈ പറയുന്നതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് CGPT 1/2026 22/2026 ഒക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ സ്റ്റേജ് 2ൻ്റെത് നിങ്ങൾക്ക് മിനിമം 1 to 2 days ഒക്കെ ആണ് എടുക്കുക കേട്ടോ. ഒരു ദിവസം മിനിമം ഉണ്ടാവും, 2 ദിവസമൊക്കെ അതിൻ്റെ ആ സെലക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന വിവിധ പ്രോസസ്സുകൾ അതിൽ ഇൻവോൾവ്ഡ് ആണ്. നിങ്ങൾക്കൂടെ കാണാം. ബേസിക് ഐഡൻറ്റിഫിക്കേഷൻ ചെക്ക് ആൻഡ് ബയോമെട്രിക് വെരിഫിക്കേഷൻ അവിടെ നടക്കും. അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അത് OMR ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് അതിൽ കൂടുതൽ മാർക്ക് വാങ്ങി റാങ്കിലേക്കൊന്നും അത് നമ്മളെ എത്തിക്കില്ല. ജസ്റ്റ് ക്വാളിഫൈ ചെയ്യുക, നമ്മളത് നിശ്ചിത കട്ട് ഓഫ് ഉണ്ടാവും, അതിലേക്ക് എത്തുക എല്ലാ ഉദ്യോഗാർത്ഥികളും, അത്രേ ഉള്ളൂ. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും സ്റ്റേജ് 2ലാണ് വരുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നിങ്ങൾക്ക് 1.6 കിലോമീറ്റർ ഓടാനുണ്ടാവും, 7 മിനിറ്റ് സമയം ഉണ്ടാവും. പിന്നെ 20 സ്ക്വാട്ടപ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ 10 പുഷപ്പ്. ഈ 3 ഐറ്റംസും നിങ്ങളിതാ ബ്രേക്ക് ഇല്ലാതെ ചെയ്യണം. അതായത് കണ്ടിന്യൂറ്റി വിത്തൗട്ട് എനി ബ്രേക്കാണ് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ബ്രേക്ക് ഇല്ലാതെ 3 എണ്ണം തുടർച്ചയായിട്ട് ചെയ്യണം. ഇവിടെ ഏതെങ്കിലും ബ്രേക്ക് വന്നാൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ എന്ത് ചെയ്യും, റിജക്റ്റ് ആവും. നിങ്ങളുടെ ഫിസിക്കൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഫിറ്റ്നസ് ടെസ്റ്റ് നിങ്ങൾ ഔട്ട് ആവുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, വീണ്ടും ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങൾ നടക്കും. പിന്നെ അടുത്തത് മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കലി നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെക്ക് ചെയ്യും. പിന്നെ സ്റ്റേജ് 3ലേക്കുള്ള ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കലാണ്. അങ്ങനെ സ്റ്റേജ് 3 ആണ്. സ്റ്റേജ് 3 എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സ്റ്റേജ് 1ൻ്റെയും 2ൻ്റെയും അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് സ്റ്റേജ് 2ലേക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുക. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ INS ചിൽക്കയിൽ വെച്ചിട്ടാണ്. നമ്മൾ ചിൽക്കയിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. INS ചിൽക്കയിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റേജ് 3 എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഓരോ കാറ്റഗറിയും. അതായത് ഈ പറയുന്ന നാവിക് ആൻഡ് യാന്ത്രിക് CGPT 1/2026ൻ്റെയും അതുപോലെ നാവിക് ആൻഡ് ജനറൽ ഡ്യൂട്ടി CGPT 2/2025 ബാച്ചിൻ്റെയും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കേട്ടോ ഇത് കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റേജ് 3 കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റേജ് 3യും മിനിമം 1 ദിവസം മുതൽ 2 ദിവസം, നിങ്ങൾക്ക് 1-2 ദിവസം അതിൻ്റെ ആ ഒരു പ്രോസസ്സ് ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ബേസിക് ആയിട്ട് ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യും, പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്യും, പിന്നെ പ്രീ എൻറോൾമെൻറ്റ് മെഡിക്കൽ അറ്റ് INS ചിൽക്കയിൽ വെച്ച് മെഡിക്കൽ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ഓക്കെ, പിന്നെ സ്റ്റേജ് 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ INS ചിൽക്കയിൽ വെച്ച് നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ ട്രെയിനിങ്ങിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും അവിടെ സബ്മിറ്റ് ചെയ്യണം. അതാണ് സ്റ്റേജ് 4 വരുന്നത്. ഓക്കെ, ആ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. 11 ജൂൺ മുതൽ 25 ജൂൺ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഒരു പോസ്റ്റിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാവിക് ജനറൽ ഡ്യൂട്ടിയിലേക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച്, അല്ലെങ്കിൽ യാന്ത്രിക് മെക്കാനിക്കൽ, അല്ലെങ്കിൽ യാന്ത്രിക് ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ യാന്ത്രിക് ഇലക്ട്രോണിക്സ്. ഇതിലേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് സൈക്കിളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. 2 പോസ്റ്റിലേക്കായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതോടൊപ്പം തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഈ പറയുന്ന വിവിധ സ്റ്റേജസ് ഉണ്ട് ഇതിൽ, ആ സ്റ്റേജസിൽ ഓരോന്നിലും നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ 2 ഘട്ടമായിട്ടാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കാൻഡ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ ഫോട്ടോ കോപ്പിയോ അല്ലെങ്കിൽ സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള ഫോട്ടോ കോപ്പിയോ ഒന്നും നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. അത് റിജക്റ്റ് ആയി പോകും. നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക, അപ്ലോഡ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ ഫോട്ടോ കോപ്പിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള ഫോട്ടോ കോപ്പി ഒന്നും നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് മാത്രം നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇനി ഇവിടെ പറയുന്നുണ്ട് കാണാം, കമ്പൽസറി ഡോക്യുമെൻറ്റ്സ് ടു ബി അപ്ലോഡഡ് ബൈ ഓൾ കാൻഡിഡേറ്റ്സ് ഡ്യൂറിങ് ഫില്ലിംഗ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് സ്റ്റേജ് 1 നമ്മൾ എടുക്കുന്നതിന് മുന്നേ, സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമിനേഷനാണ്. അപ്പോൾ ഓൺലൈൻ അപ്ലിക്കേഷൻ ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഓൺലൈൻ അപ്ലിക്കേഷനിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താണ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അത് നമ്മൾ ഈ പറയുന്ന 3 മാസത്തിൻ്റെ ഉള്ളിലെടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചെവികളൊക്കെ വ്യക്തമായിട്ട് വിസിബിൾ ആയിരിക്കണം, 2 ചെവിയും വ്യക്തമായിട്ട് വിസിബിൾ ആയിരിക്കുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെവിയൊന്നും കാണുന്നില്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഫോട്ടോ ഒക്കെ എടുക്കുക. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ടാമത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ അതൊന്ന് പാസ്പോർട്ട് ചെയ്ത് ഫോട്ടോഗ്രാഫ് ഇതിൽ അപ്ലോഡ് ചെയ്യണം. പ്ലസ് അഡീഷണലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലൈവ് ഇമേജ് ക്യാപ്ചറിങ് സംവിധാനം പാടതിലുണ്ട്. ഓക്കെ, അപ്പോൾ ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ലൈവായിട്ടൊരു ഫോട്ടോ, നമ്മുടെ ഫോട്ടോ ഉള്ള ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ പ്ലെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊരു ഫോട്ടോ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, അതിലേക്ക് ലൈവായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ നമുക്ക് 2 ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യണം. ഒന്ന് നമ്മൾ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത ഫോട്ടോ, രണ്ടാമത്തെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് ലൈവായിട്ട് ഫോട്ടോ നമ്മളെടുത്ത് അതിലേക്ക് ആഡ് ചെയ്യണം. മൂന്നാമതായിട്ട് നമ്മൾ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. നാലാമതായിട്ട് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് നിങ്ങൾ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. ഇനി അതല്ല ബർത്ത് സർട്ടിഫിക്കറ്റിൽ അത് അപ്ലോഡ് ചെയ്യാം. ഇനി 5ാമതായിട്ട് ഐഡൻറ്റിറ്റി പ്രൂഫാണ്, ആധാർ കാർഡോ പാൻ കാർഡോ അതിൽ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഏതെങ്കിലും ഒരു ID കാർഡ് നമ്മൾ എന്ത് ചെയ്യുക, ഒറിജിനൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് NOC ഇതൊക്കെ എന്താണ് നിലവിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ വാലിഡ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് വേണം എല്ലാ ഉദ്യോഗാർത്ഥികളും. ഈ പറയുന്ന നാവിക് ജനറൽ ഡ്യൂട്ടി അതുപോലെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച്, ഈ പറയുന്ന 2 കാറ്റഗറി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് എന്താണ്, റെസിഡൻറ്റ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റും രണ്ടും നമ്മുടെ സ്റ്റേറ്റ് എന്താണ് തരുന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകം ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആണ് ആക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള സ്റ്റേറ്റിൽ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആണ് അവർ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം അക്ഷയയിലൊക്കെ പോയാൽ നമുക്ക് എന്ത് ചെയ്യും, റെസിഡൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും, അതുപോലെ തന്നെ ഡൊമസൈലും കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾ എടുക്കേണ്ടത് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആണ് എടുക്കേണ്ടത്, അതേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ ഈ പറയുന്ന 2 സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എടുക്കുന്നത് പരിഗണിക്കുന്നത് ഡൊമസൈലാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നാവിക് ജനറൽ ഡ്യൂട്ടി അതുപോലെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ പറയുന്ന അതിൽ യാതൊരു റിലാക്സേഷനും ഇല്ല. നാവിക് ജനറൽ ഡ്യൂട്ടി അതുപോലെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് എന്ന് പറയുന്നത് 5 സോൺ വൈസ് വാക്കൻസീസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കേരളത്തിലുള്ളതാണെങ്കിൽ കേരളത്തിൽ നിശ്ചിതമായുള്ള ആ ഒരു നിശ്ചിത പോസ്റ്റ് നമുക്ക് അങ്ങനെയുള്ളൊരു വെയിറ്റേജ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നാവിക് ജനറൽ ഡ്യൂട്ടി നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച്, അപ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് എടുക്കണം അപ്ലൈ ചെയ്യുന്നതിന് മുൻപ്, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുകയും വേണം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യാന്ത്രിക ഉണ്ടല്ലോ, യാന്ത്രികയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ആർക്കാണ് ആവശ്യം എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയുന്നത്, എന്തെങ്കിലും റിലാക്സേഷൻ ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലക്ഷദ്വീപിലൊക്കെ ഉള്ളവർക്ക് ഹൈറ്റിൽ ചെറിയ 2 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു റിലാക്സേഷൻ അവർക്ക് കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യണം, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് വെക്കണം. അതല്ല കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവരൊന്നും എന്ത് ചെയ്യേണ്ട, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് വെക്കേണ്ട. എവിടെ, നമ്മുടെ ഈ പറയുന്ന യാന്ത്രികയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ. ഓക്കെ, അപ്പോൾ യാന്ത്രികയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ കേരളത്തിലുള്ളവർ എന്ത് ചെയ്യേണ്ട, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എന്നാൽ നാവിക് GD ആൻഡ് DBയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും എല്ലാവരും എന്ത് ചെയ്യണം, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് വെക്കണം. എന്നാൽ യാന്ത്രികയിലേക്ക് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതില്ലാതെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും റിലാക്സേഷൻ ഹൈറ്റിലോ ഏജിലോ എന്തെങ്കിലും ഈ പറയുന്ന പ്രത്യേക, അപ്പോൾ നമുക്ക് നോർത്തേൺ ചില സ്റ്റേറ്റിലൊക്കെ നമുക്ക് എന്താണ് ഈ പറയുന്ന റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അവർ ഈ പറയുന്ന യാന്ത്രികയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ വെച്ചാൽ മതി, അല്ലാത്തൊരു വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലക്ഷദ്വീപിൽ നിന്നൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ പറയുന്ന 2 അതായത് നിങ്ങൾക്കിപ്പം ഹൈറ്റിൽ റിലാക്സേഷൻ വേണമെങ്കിൽ 2 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ട്, അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ റിലാക്സേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് വെക്കണം, അപ്പോൾ യാന്ത്രിക ആണെങ്കിലും. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റ്സ് ടു ബി അപ്ലോഡഡ് ഇഫ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ സ്റ്റേജ് 2. അപ്പോൾ സ്റ്റേജ് 2 നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ, അതിപ്പോഴല്ല, നിങ്ങൾ എക്സാം എഴുതി സ്റ്റേജ് 1 എക്സാം കാര്യങ്ങളൊക്കെ എഴുതി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ ആ സമയത്ത് നിങ്ങൾ എന്താണ് എല്ലാ കാൻഡിഡേറ്റ്സും ഓരോ കാറ്റഗറി വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ റെഡിയാക്കി വെക്കണം അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾ ആ സമയത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ വെറുതെ പറയുന്നില്ല, നമ്മൾ സ്റ്റേജ് 2ലേക്ക് സെലക്ട് ആയി കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി കേട്ടോ.
ഇനി OBC കാൻഡിഡേറ്റ്സ് അതുപോലെ SC കാൻഡിഡേറ്റ്സ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇവർ പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് നോ അതർ ഫോർമാറ്റ് വിൽ ബി എൻ്റർടൈൻഡ് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. മറ്റേതെങ്കിലും ഫോർമാറ്റ് ആണെങ്കിൽ അത് കാൻഡിഡേറ്റ്സ് ഫെയിൽ ആവാനുള്ള പോസിബിലിറ്റി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ തരുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇവർ തരുന്ന ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. SC/ST സർട്ടിഫിക്കറ്റ്, OBC സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ കറക്റ്റ് ലിങ്ക് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ OBC എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് OBC സർട്ടിഫിക്കറ്റ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സെയിം ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ താലൂക്കിൽ നിന്ന്, അതായത് തഹസിൽദാരെ കൊണ്ട് ഇഷ്യൂ ചെയ്തിട്ട് വാങ്ങണം. ഓക്കെ, ഈ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഏറ്റവും നല്ലത് നിങ്ങൾ യൂസ് ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് അക്ഷയയിൽ നിന്ന് കിട്ടുന്ന ഡിജിറ്റൽ കോപ്പി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് പറയാം കേട്ടോ. ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ പറഞ്ഞു വന്നത് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാ ഡോക്യുമെൻസിൻ്റെയും സൈസ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. 50 KB ഒരു 150 KB ഇടയിലായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് അപേക്ഷാ ഫീസൊക്കെ വരുന്നുണ്ട്. SC/ST കാൻഡിഡേറ്റ്സിന് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ബാക്കി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 300 രൂപ ഫീ കൊടുക്കണം കേട്ടോ. റീഫണ്ട് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എക്സാം സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിലൊക്കെ എക്സാം സെൻറ്റർ ഉണ്ടാവും. അപ്പോൾ സ്റ്റേജ് 1ലേക്ക് നമുക്ക് ഈ പറയുന്ന എക്സാം സെൻറ്റർ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 5 പ്രിഫറൻസ് കൊടുക്കാം. അതിൽ നിങ്ങൾ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും നിങ്ങളുടെ നിയറസ്റ്റ് ആയിരിക്കണം. അതായത് പ്രസൻറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇല്ലേ, അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി ചോയ്സൊക്കെ നിങ്ങൾക്ക് പിന്നെ അതിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതിൻ്റെ എക്സാം ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ കൂടെ കൊടുക്കുക. CGPT 1/2026 ആണെങ്കിൽ 2/2026 ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് 1ൻ്റെ അവിടെ ഈ സെപ്റ്റംബർ 2025 സെപ്റ്റംബർ മിഡിലോ അല്ലെങ്കിൽ എൻഡിലോ ആയിരിക്കും കേട്ടോ. അതുപോലെ സ്റ്റേജ് 2 നടക്കുന്നത് 2025 നവംബർ, അതായത് 1/2026 ആണെങ്കിൽ മിഡിൽ അല്ലെങ്കിൽ എൻഡ് നവംബറിലായിരിക്കും. ഇതിന് സെപ്പറേറ്റ് സ്റ്റേജ് 2 സെപ്പറേറ്റ് ആണ് കേട്ടോ. ഈ പറയുന്ന CGPT 1/2026 സെപ്പറേറ്റ് ആണ്. അതുപോലെ 2/2026 സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് 2 ഡേറ്റ് ഉള്ളത്. മറ്റേത് 2/2026 ആണെങ്കിൽ ഫെബ്രുവരി 26 മിഡിലോ എൻഡിലോ ആയിരിക്കും കേട്ടോ. ഇനി അതുപോലെ തന്നെ സ്റ്റേജ് 3 ആണെങ്കിലും സെപ്പറേറ്റ് ആണ്. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് 1/2026 ആണെങ്കിൽ നിങ്ങൾക്ക് 2026 ഫെബ്രുവരി ലാസ്റ്റിലായിരിക്കും. ഇനി 2/2026 ആണെങ്കിൽ നിങ്ങൾക്ക് 2026 ജൂലൈ എൻഡിൽ ലാസ്റ്റ് ആയിരിക്കും കേട്ടോ. അതായിരിക്കും ഇതിൻ്റെ ഒരു എക്സാം ഏകദേശം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാം സിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് നമുക്ക് ഈ പറയുന്ന 10 ദിവസം മുൻപാണ്. അതായത് സ്റ്റേജ് 1ൻ്റെ 10 ദിവസം മുൻപാണ് നമുക്ക് ഏത് സിറ്റിയിലാണ് എക്സാം എന്നുള്ളത് നമുക്കറിയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റെയിൽവേയുടെ എക്സാം ഒക്കെ എഴുതിയവർക്ക് അതിനെക്കുറിച്ച് അറിയാൻ മതി. നമുക്ക് സിറ്റി ഇൻറ്റിമേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സ്ലിപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കറക്റ്റ് നോക്കാമായിരുന്നു. അതേപോലെ തന്നെയാണ് നമുക്ക് 10 ദിവസം മുൻപാണ് വരിക. ഇനി ഇതിൻ്റെ കറക്റ്റ് എക്സാം സെൻറ്റർ അഡ്രസ്സൊക്കെ നമുക്ക് ഈ അഡ്മിറ്റ് കാർഡിലൂടെയാണ് ലഭിക്കുക. അത് നിങ്ങളുടെ എക്സാമിൻ്റെ 2-3 ദിവസം മുൻപ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID വഴി ഇമെയിലിലേക്കൊക്കെ അവർ സെൻഡ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റിൽ കയറിയിട്ടും എന്ത് ചെയ്യാം, അത് ലോഗിൻ ചെയ്തിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഇതിൻ്റെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഓരോ സ്റ്റേജിലും വേണമെന്നുള്ള കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. സ്റ്റേജ് 1ൽ അതായത് നമ്മൾ ഇതിൻ്റെ സെലക്ഷന് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കയ്യിൽ വെക്കണം എന്നുള്ളതാണ് കേട്ടോ. സ്റ്റേജ് 3ൽ ഒക്കെ ഓരോന്ന് നമുക്ക് എല്ലാം സംഭവത്തിലുണ്ട്. നിങ്ങൾ ആ സമയത്ത് നോക്കിയാൽ മതി സെലക്ട് ആയി കഴിഞ്ഞാൽ. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് നമ്മൾ നോക്കുന്നത്. മെഡിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം. മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും ഡിഫൻസ് ഫോഴ്സിൻ്റെ. അപ്പോൾ അവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഹൈറ്റ് മിനിമം 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം കേട്ടോ. ഇതിലേക്ക് മിനിമം 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഇത് ഈ പറയുന്ന സ്റ്റേറ്റിലൊക്കെ നിൽക്കണം. ആസാം, നാഗാലാൻഡ് ഇങ്ങനെ അവിടെ താമസിക്കുന്നവർക്ക് ഒരു 5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. ആൻഡമാൻ നിക്കോബാറിലുള്ളവർക്കൊക്കെ 5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ലക്ഷദ്വീപിലുള്ളവരാണെങ്കിൽ അവർക്ക് 155 സെൻറ്റിമീറ്റർ മതി. ഇതാണ് പറഞ്ഞത്. ലക്ഷദ്വീപിലുള്ളവരൊക്കെ യാന്ത്രിക പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിലും അവരെന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അവർക്ക് നിർബന്ധമായിട്ടല്ല അവർക്ക് ഏജിൽ ഈ പറയുന്ന ഹൈറ്റ് റിലാക്സേഷൻ ആവശ്യമുള്ളവർ ഈ പറയുന്ന ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് വെക്കണം കേട്ടോ. റിലാക്സേഷൻ ആവശ്യമുള്ളവർ വെച്ചാൽ മതി, അല്ലാത്തവർ വെക്കണ്ട. ബാക്കിയുള്ള നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ പറയുന്നുണ്ട്, അതായത് വെൽ പ്രൊപ്പോർഷൻഡ് ആയിരിക്കണം. അതുപോലെ മിനിമം എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ വേണമെന്നുള്ളതാണ്. അതുപോലെ വെയിറ്റ് നമുക്ക് ഒരു ഇതുപോലെ തന്നെ നമ്മളെ ഹൈറ്റും ഏജിനൊക്കെ അനുസരിച്ച് ഒരു നിശ്ചിത വെയിറ്റ് വേണം. അതിൽ നമുക്ക് +or -10% ആക്സെപ്റ്റബിൾ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഏജും നമ്മുടെ ഹൈറ്റും വെച്ച് ഒരു 60 kilograms ആണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ നിയമപരമായിട്ട് നമുക്ക് 60 വേണ്ടത് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ 10% ഇവിടെ ആക്സെപ്റ്റബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് 66, ഇതിൻ്റെ 10% 6 പാടുണ്ടാവും. പ്ലസ് നിങ്ങൾക്ക് 6% അതിൽ കൂട്ടിയിട്ട് നിങ്ങൾക്ക് 66 വരെ നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണ്. 66-ന് മുകളിലേക്കൊക്കെ പോയാലാണ് നമ്മൾ അതിന് ഔട്ടാകുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഇയറിംഗ് ഒക്കെ നോർമലായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ സെലക്ഷനൊക്കെ പോകുമ്പം നിങ്ങൾ ചെവിയിലൊക്കെ നല്ല ക്ലീൻ ചെയ്ത് പല്ലൊക്കെ നല്ല ക്ലീൻ ചെയ്തൊക്കെ പോകണം കേട്ടോ. മെഡിക്കൽ എക്സാമിനേഷന് പോകുന്ന സമയത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ CGPT 1/2026 ആണെങ്കിൽ നടക്കുന്നത് 2026 ഫെബ്രുവരിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇനി 2/2026 ആണെങ്കിൽ ജൂലൈ 2026 സ്റ്റാർട്ട് ചെയ്യും. INS ചിൽക്കയിൽ വെച്ചായിരിക്കും. ട്രെയിനിങ് പ്രൊഫഷണൽ ട്രെയിനിങ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ,
ഇനി ഇതിലേക്കുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളാണ്. ഇപ്പോൾ നാവിക് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ അതിൻ്റെ ബേസിക് പേ 21,700 നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആണെങ്കിൽ 21,700 തന്നെയാണ്. യാന്ത്രിക ആണെങ്കിൽ 29,200 വരും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതാ DHR തുടങ്ങിയ ഒട്ടനവധി അലവൻസും കാര്യങ്ങളും ഇതാ പ്രൊമോഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ പ്രധാന അധികാരി വരെ ആകാം. അതിൻ്റെ 47,600 എൻ്റെ പേ സ്കെയിൽ വരുന്നത്. അതർ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ കാണാം നിങ്ങൾക്ക് ഇവിടെ. റേഷൻ, ക്ലോത്തിങ് ഇതൊക്കെ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സെൽഫ് നിങ്ങളുടെ ഫാമിലിക്കായിട്ടൊക്കെ കിട്ടും. അതുപോലെ തന്നെ HR, അക്കോമഡേഷൻ, അതുപോലെ 45 days ഏൺഡ് ലീവ്സും 8 day കാഷ്വൽ ലീവ്സ് കാര്യങ്ങൾ, ലീവ്, ട്രാവൽ കൺസെഷൻ ഉണ്ട്, സെൽഫ് ഫാമിലി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നാഷണൽ പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ക്യാൻറ്റീൻ ഫെസിലിറ്റി, അതുപോലെ ലോൺ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നിങ്ങൾ റിട്ടയർമെൻ്റ് ആയതിനു ശേഷം ECH മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്, ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ഒരുപാട് അലവൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ പറയാം. നാവിക് ജനറൽ ഡ്യൂട്ടിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ട്രെയിനിങ് പറയുന്ന അക്കാദമിക് ആൻഡ് സർവീസ് സബ്ജക്ട്സ്, അതുപോലെ സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഔട്ട്ഡോർ ട്രെയിനിങ്, അതിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. സ്വിമ്മിങ്, ട്രക്കിംഗ്, അങ്ങനെ കുറേ സംഭവങ്ങൾ അതിൽ വരും. പിന്നെ നിങ്ങൾക്ക് സർവീസസ് ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. പിന്നെ ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് 16 ആഴ്ച ആയിരിക്കും. ഇപ്പോൾ നാവിക് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ. ഇനി നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആണെങ്കിലും ഈ പറയുന്ന സീ ട്രെയിനിങ്ങും അതുപോലെ തന്നെ പ്രൊഫഷണൽ ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ ബേസിക് ട്രെയിനിങ് ആയിട്ടുള്ള ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ വിവിധ ട്രെയിനിങ് ഉണ്ടാവും. അതുപോലെ അതിൻ്റെയും 16 ആഴ്ചയാണ് അതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത്. ഇനി യാന്ത്രിക ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ബേസിക് ട്രെയിനിങ് കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ ഒരു ടൈം ഡ്യൂറേഷൻ നമുക്ക് ഈ പറയുന്ന സീ ട്രെയിനിങ്ങും അതുപോലെ തന്നെ പ്രൊഫഷണൽ ട്രെയിനിങ്ങും ഉണ്ടായിരിക്കും കേട്ടോ. അതിൽ നിങ്ങൾക്ക് 16 ആഴ്ചയാണ് അതിൻ്റെയും വരുന്നത്, ടൈം ഡ്യൂറേഷൻ വരുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞ കാര്യം OBCയുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SC/ST സർട്ടിഫിക്കറ്റ് ഒക്കെ കാര്യങ്ങളാണ്. എല്ലാം നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിൻ്റെ തയ്യാറാക്കിയതായിരിക്കണം. ഇന്നലെ നമുക്ക് റിസർവേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേച്ചർ വരെ റിജക്റ്റ് ആണുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡിജിറ്റൽ കോപ്പിയാണ്. അപ്പോൾ ഡിജിറ്റൽ കോപ്പി എന്ന് പറയുന്നത് നമ്മൾ ആ സെയിം ഫോർമാറ്റ് ആണോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഞാനിവിടെ കാണിച്ചില്ല, നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് തന്നെയാണോ എന്ന് നിങ്ങളത് റീഡ് ചെയ്യുക. ഇതേ സെയിം ഫോർമാറ്റ് നമുക്ക് അക്ഷയയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് അവർ ചോദിക്കുക അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതെന്നാണെന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അല്ല റിസ്ക് എടുക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ഇതേ സെയിം സാധനം എന്ത് ചെയ്യുക, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് തരാം. ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഡയറക്റ്റ് നിങ്ങൾ വില്ലേജിൽ പോവുക, അവരോട് കാര്യം പറയാം. അങ്ങനെ അവർ അവിടുന്ന് എന്ത് ചെയ്യും, നിങ്ങളെ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് താലൂക്കിലേക്ക് ഇഷ്യൂ ചെയ്യും. താലൂക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ഇഷ്യൂ ചെയ്ത് തരുന്നതാണ്. അങ്ങനെയാണ് അതുണ്ടാകുക. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ആരും അതിൽ മെൻഷൻ ചെയ്യുന്നതുകൊണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും ഈ പറയുന്ന ലിങ്കൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാൻ ലിങ്ക് കൊടുക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ GOC വിജിലൻറ്റിൻ്റെ ഹോം പേജിലാണ് വരിക, നമ്മുടെ വെബ്സൈറ്റാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിൽ നമ്മൾ ജോബ് അപ്ഡേറ്റ്സ് ചെയ്യുന്നുണ്ട്. അതായത് പ്രൈവറ്റ് ജോബ്സ്, അതിൽപ്പെട്ട വർക്ക് ഫ്രം ഹോം ജോബ്സ്, അതുപോലെ വളരെ നിങ്ങൾക്ക് എന്താണ് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിൽ ഇടുന്നത്. അതുപോലെ എയർപോർട്ട് ജോബ്സ് കാര്യങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ. പ്രൈവറ്റ് കമ്പനികളുടെ കേട്ടോ, എയർലൈൻ കമ്പനികളുടെ ഒക്കെ അതിലിടും. താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്തോളൂ. ഇനി ഇവിടെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ്, അതായത് കേരള ജോബ്സ് എന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കാണാൻ കേരള ജോബ്സിൽ ഇത് ലിസ്റ്റ് ഉണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് റിക്രൂട്ട്മെൻറ്റ് 2025 630 പോസ്റ്റ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതാണ് ടൈറ്റിൽ, നോക്കിയാൽ മതി. നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ലിങ്ക് ഇവിടെ ഉണ്ടായിക്കോളുന്നില്ല. ഇവിടെ താഴെ പോയി പോസ്റ്റ് ഇവിടെ പോയി ഇവിടുന്ന് ഡിസപ്പിയർ. അപ്പോൾ അവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് സെർച്ച് ചെയ്യണം. ഇനി അതല്ല നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ അത് ഇന്ത്യ കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് അടിച്ചു കൊടുത്താലും കിട്ടും. അപ്പോൾ അവിടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാത്തിലും ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. എല്ലാ അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് സ്റ്റോറിയൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും എന്തെങ്കിലും ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം. അപ്പോൾ യൂട്യൂബിൽ എന്ന് പറയാൻ നമുക്ക് വീഡിയോ ചെയ്യുക, അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാം. ഇനി ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് കാണാം, അവിടെ ഓപ്പൺ ആക്കാം. SC/ST OBC സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ജസ്റ്റ് ഞാൻ അതിൽ ഓപ്പൺ ആക്കി കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ കാണാം SC/ST സർട്ടിഫിക്കറ്റ്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. OBC ആണെങ്കിൽ ഇതിൽ, ദെൻ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇതിൽ, അങ്ങനെ 3 ലിങ്ക് അതിലുണ്ട്. നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം. ഇനി ഇവിടെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്, അത് ഓപ്പൺ ആക്കാം. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനാണ്. അങ്ങനെ അപ്ലൈ ചെയ്യാൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇവിടെ കാണാം CGPT 1/2026 2/2026. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യാനുള്ള പേജാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് അക്കൗണ്ട് എന്നിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഒരു ഗ്രേ കളറിൽ, ബ്ലാക്ക് കളറിൽ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേരും നമ്മുടെ ഫാദറിൻ്റെ പേരും മദറിൻ്റെ പേരും മെയിൽ ID ഒക്കെ കൊടുത്ത് മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് നമ്മൾ വെരിഫൈ ചെയ്ത് സബ്മിറ്റ് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ് നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് വളരെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യാം കേട്ടോ. അല്ലാതെ നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതറിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്, നിങ്ങളങ്ങനെ ചെയ്ത് പോയാൽ മതി. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.